പെട്ടൂടെ മക്കളെ, പെട്ടു. മൊത്തത്തിൽ പെട്ടു. ഇനി ഇതുപോലത്തെ ഒരു പെടാനില്ലാതെ ഈ ഷർട്ട് മേടിച്ചിട്ട്. ഇത്രയും നല്ല അടിപൊളി ഷർട്ട് ഇത്രയും ലൂസായിട്ട് ഞാൻ എങ്ങനെ മേടിച്ചു? സൈസ് പോലും നോക്കിയില്ല എന്നുള്ളതാ. സാധാരണ എൻ്റെ ലാർജ് സൈസ് എന്ന് വിചാരിച്ചിട്ട് ആ സൈസ് തന്നെയാണ് മേടിച്ചത്. പക്ഷേ ഇവരുടെ സൈസ് ചാർട്ടുണ്ടേ, ആ ചാർട്ടൊന്ന് കയറി നോക്കിയാൽ മതിയായിരുന്നു. എനിക്കിപ്പോൾ അതിൽ കാണിക്കുമ്പോൾ അതിൽ സ്മോൾ മേടിച്ചാൽ മതി എന്നാണ് പറയണത്. എന്തായാലും പെട്ടുപോയി. ഇനി ഇതിൽ എക്സ്ചേഞ്ച് ആണെന്ന് വെച്ചാൽ അതും ഇല്ല. അപ്പോൾ റിട്ടേൺ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഓർഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു സെയിലിൻ്റെ സമയത്തുള്ള റേറ്റ് ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ലൂസാണെന്ന് മാത്രമേ ഉള്ളൂ. മെറ്റീരിയൽ കോട്ടൻ്റെ മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് കോട്ടൻ്റെ മെറ്റീരിയൽ. പിന്നെ ഷെയ്ഡ് നോക്കിയാൽ നല്ല അടിപൊളി അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. എവിടെ നിന്നാലും കാണണമല്ലോ നമ്മളെ. ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇതിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോളിഡ് ഷെയ്ഡ് ഫുള്ള് ഇങ്ങനെ ഒരു ഒറ്റ സിംഗിൾ സോളിഡ് ഷെയ്ഡാണ് വരുന്നത്. അതുപോലെ തന്നെ ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് നോക്കുകയാണെങ്കിൽ ഈ കുറച്ച് ഹിഡൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളുടെ ആണല്ലോ ഷർട്ട്, അപ്പോൾ കുറച്ച് ഹിഡൻ ടൈപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രാൻഡും കൂടി ആണല്ലോ, വോൾട്ടേജ് ബ്രാൻഡിൻ്റെ ആണ്. പിന്നെ സ്ലീവിൻ്റെ പോർഷനിൽ ഇതുപോലെ 2 ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇതുവരെ സ്റ്റിച്ചിങ്ങും അതുപോലെ ക്ലോത്തും ആ ഒരു മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അടികൂടൊക്കെ യു ഷേപ്പിലൊക്കെയാണ്, സൈഡൊക്കെ കണ്ടോ ഇങ്ങനെ. ബാക്കിനെ കണ്ടറിയാലോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടെന്ന്. ലൂസിലാണ് മേടിച്ചത്. എന്തായാലും റിട്ടേൺ ഉള്ളത് കൊണ്ട് നമുക്ക് സമാധാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഓർഡർ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഞാൻ മേടിച്ച സെയിലില്ലാത്ത സമയത്ത് മേടിച്ചപ്പോൾ എത്ര 1022 ആ റേഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ വേറെ കളർ ഓപ്ഷൻ ഇല്ല, പക്ഷേ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. എന്തായാലും ഓവറോൾ ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. മേടിക്കുമ്പോൾ ഒന്ന് സൈസ് ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതൊരു വെസ്റ്റേൺ ഡ്രസ്സാണ് കേട്ടോ. അത് അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് വെച്ചാൽ കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പിന്നെ കോട്ടൺ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇത് 3 ടയർ ആയിട്ടുള്ള ഒരു ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടിയാണ്. അപ്പോൾ പിന്നെ ഒന്നുകൂടി കംഫർട്ട് കൂടുമല്ലോ. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഇതിൽ വേറെ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു പ്രിൻറ്റോട് കൂടിയിട്ട് 3 ടയർ ആയിട്ടുള്ള ഈ ഒരു വർക്ക്. പിന്നെ ഇത് സ്ലീവ്ലെസ് ആണ്. ഇവിടെ ജസ്റ്റ് സ്ട്രാപ്പ് മാത്രമേ ഉള്ളൂ. സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് എത്രത്തോളം വേണമെങ്കിൽ ഈ നെക്കിൻ്റെ ഈ പോർഷൻ കയറ്റി ഇറക്കി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് സ്ട്രാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി അവിടെ തീർന്നു. പക്ഷേ അടിപൊളിയാണ്, മിസ് ചെയ്യണ്ട കേട്ടോ ഈ ഒരു ഡ്രസ്സ്. പിന്നെ ഇനി സ്ലീവ്ലെസ് ഇടാത്തവരാണെങ്കിൽ അവർക്ക് ജാക്കറ്റിൻ്റെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ജാക്കറ്റ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ അവർക്ക് അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം കണ്ടോ നല്ല ഫ്ലെയറോട് കൂടിയിട്ടാണ് വരുന്നത്. കംഫർട്ടും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇത് ബ്രാൻഡ് വരുന്നത് വി ബൈബ്സ് എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റ് എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്താൽ മതി. ഇപ്പോഴത്തെ കറൻറ്റ് റേറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തത് ഞാനൊരു ഷൂ ആണ്. അതും ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ഷൂ ആണ്. JM ലുക്സ് എന്നുള്ള ബ്രാൻഡിൽ നിന്ന്. JM ലുക്സിൻ്റെ ഞാൻ സാൻഡൽസൊക്കെ കുറേ മേടിച്ചിട്ടുണ്ട്, പക്ഷേ ഷൂ ഫസ്റ്റ് ടൈമാണ്. ഷൂ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ കളർ കോമ്പിനേഷനും നല്ല രസമായിട്ടുണ്ട്. ഇതിനൊക്കെ ഏകദേശം മാച്ചായി പോണ പോലെ. ഇതിന് വേണ്ടിയിട്ട് പെയർ ചെയ്യാൻ വേണ്ടി മേടിച്ചതല്ല, ഒരു കംഫർട്ട്. നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വേണമല്ലോ ഒരെണ്ണം എന്തായാലും മസ്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രാവൽ സോൺ നോക്കിയിട്ട് ഒരു കംഫർട്ട് നോക്കിയിട്ട് മേടിച്ചത്. ഫ്ലാറ്റാണ്, നല്ല കംഫർട്ടാണ്. മെറ്റീരിയൽ വൈസ് ആയാലും നല്ല. ഇതിലും കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സെയിം ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ബ്രൗണിന് പകരം ഗ്രീൻ, പേസ്റ്റൽ ഗ്രീൻ, അങ്ങനെ കുറേ സംഭവം. ഇതിൻ്റെയും റേറ്റ് ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതിയിട്ട്. പിന്നെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സെയിലിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഞാൻ സെയിൽ ഇല്ലാത്ത സമയത്താണ് ഇത് മേടിച്ചത് കേട്ടോ. അപ്പോൾ JM ലുക്സിൻ്റെ ഷൂ എൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. ഇത്രയും നല്ല അടിപൊളി പ്രോഡക്റ്റ് കണ്ടിട്ട് ഞാൻ എൻ്റെ സാധാരണ ലാർജ് സൈസ് വിചാരിച്ചിട്ട് അത് തന്നെ ഓർഡർ ചെയ്തു. പക്ഷേ ഇതിന് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഇല്ല. കുറച്ച് ലൂസല്ലേ, ലാർജാണെന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കര ലൂസ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രസ്സ് ഓർഡർ ചെയ്യുമ്പോൾ സൈസ് ചാർട്ട് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും പോട്ടെ, നമുക്കിത് റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് എക്സ്ചേഞ്ച് എന്തായാലും പറ്റില്ല. അപ്പോൾ വീണ്ടും ഓർഡർ ചെയ്യേണ്ടി വരും. ചില ബ്രാൻഡ്സ് എന്നൊക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ ചില ബ്രാൻഡ്സിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല, പക്ഷേ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടും. വീണ്ടും നമുക്ക് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ അതിൽ പെട്ടൊരു സംഭവമാണ് ഇത് ബ്രാൻഡഡ് ആണ്. ഒള്ളി ബ്രാൻഡിൻ്റെ അടിപൊളി ഒരു ഷർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി. പഞ്ഞിക്കിടാന്ന് പറയില്ലേ, ആ പഞ്ഞീരെ പോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇത്
വൈറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണല്ലോ. അതിൽ ഈ ഒരു തൊടുമ്പോൾ നല്ലൊരു എന്താ പറയുക റിങ്കിൾ മെറ്റീരിയൽ, കോട്ടൺ റിങ്കിൾ മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എന്താ ഈ മെറ്റീരിയലിന് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അത്രയും സോഫ്റ്റ്, നമ്മൾ ഇട്ട പഞ്ഞീൻ്റെ മുകളിൽ നമ്മളിങ്ങനെ കിടക്കില്ല, ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇത് വരുന്നത്. പക്ഷേ ഞാൻ മേടിച്ച സൈസ് തെറ്റിപ്പോയി. എന്തായാലും ലാർജാണ് ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ലാർജ് അല്ല എനിക്ക് വേണ്ടി വരിക, ചിലപ്പോൾ മീഡിയം അല്ലെങ്കിൽ സ്മോൾ ആയിരിക്കും. അതൊന്നുകൂടി ഞാൻ സൈസ് ചാർട്ട് എടുത്തിട്ട് വേണം നോക്കാനായിട്ട്. ഇതിൽ കളർ ഓപ്ഷൻസും വരുന്നുണ്ട്. പക്ഷേ വൈറ്റാണ് എനിക്കിഷ്ടം. വൈറ്റ് ഇതൊരു സ്റ്റാൻഡേർഡ് കോമ്പിനേഷൻ ആണല്ലോ, എല്ലാവരുടെയും കയ്യിലുണ്ട്, എല്ലാവരും ഇതുപോലെ കാണുന്ന ഒരു കോമ്പിനേഷനൊക്കെ തന്നെയാണ്. പക്ഷേ എത്രയൊക്കെ ആയാലും നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് വിട്ടിട്ട് വേറെ കളിയില്ല. എന്തായാലും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്തായാലും നിങ്ങൾ സൈസ് നോക്കിയിട്ട് ഓർഡർ ചെയ്തോ, അത്രയും എനിക്ക് പറയാനുള്ളൂ. കളർ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഒള്ളി ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഇതിൽ പെയർ ചെയ്തിരിക്കുന്ന ജീൻസ് ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും ഇടാറുള്ളതാണ്, കുറേ നാൾ മുന്നത്തെയാണ്, ഇപ്പോൾ ഓർഡർ ചെയ്തത്. ഇതിൻ്റെയും ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം കേട്ടോ. ഇത് വിടണോ വേണ്ടേന്ന് എന്തായാലും കാണുമ്പോൾ കുറച്ച് ലൂസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, ഉണ്ടെങ്കിൽ ഒന്ന് കോമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ മാറ്റി എടുക്കണമെങ്കിൽ എടുക്കാമല്ലോ, അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ലൂസായിട്ട് ഇടുന്ന താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും ഒരു സൈസ് ചെറുത് നോക്കി എടുക്കാം അല്ലേ, അതായിരിക്കും നല്ലത്. ഇത് മാറ്റിയിട്ട് ഞാൻ വേറെ എടുക്കാം. 200 രൂപ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ, ഈ ഒരു ഷർട്ടിന് വെറും 200 റുപ്പീസിനാണ് ഞാനിത് മേടിച്ചത്. അതും സെയിലുള്ള സമയത്ത് റേറ്റ് ഒന്നുകൂടി കുറയായിരിക്കും ചിലപ്പോൾ കേട്ടോ. എന്തായാലും ഞാൻ മേടിച്ച റേറ്റ് ജസ്റ്റ് 200 റുപ്പീസിന് ഈ ഷർട്ട്, അതും കളർ അടിപൊളി. പിന്നെ ഇത് മെറ്റീരിയൽ വരുന്നത് വിസ്കോസ് റയോൺ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഒരു റിങ്കിൾ മെറ്റീരിയൽ ടൈപ്പാണ് ഇത് വരുന്നത്. അപ്പോൾ റയോണിൻ്റെ മെറ്റീരിയൽ വിസ്കോസ് അത് സോഫ്റ്റിൽ വരുന്നതാണ്, കുറച്ചുകൂടി കംഫർട്ട് കൂടും. ഇത് ക്രോപ്പ് ഷർട്ടാണ്. അതിൽ ക്യൂബൻ കോളറാണ് ഇതിൽ വന്നിരിക്കുന്നത്, നോർമൽ കോളറല്ല, ക്യൂബൻ കോളറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ വേറെ കളർ ഓപ്ഷൻസ് ഒന്നുമില്ല, പക്ഷേ ഈ കളർ തന്നെ മതിയിൽ, ഇത്രയും നല്ല അടിപൊളി ഷെയ്ഡ്. ഇത് ഷോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ അടിപൊളിയാണ് ലുക്ക് വരുന്നത്. ജീൻസിൻ്റെ കൂടെ പിന്നെ ഈ ടീനേജുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നന്നായി ചേരുന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്തായാലും മെറ്റീരിയൽ സൂപ്പർ. ഷോർട്ടാണ്, സ്ലീവ് വരുന്നത്. ഈ കാണുന്ന ലുക്കൊക്കെ തന്നെ ഇത് തന്നെ, പക്ഷേ ഇടുമ്പോൾ കംഫർട്ടാണെന്നുള്ളത് അത് ഞാൻ തന്നെയല്ലേ പറയേണ്ടത്, അത് കംഫർട്ടാണ് കേട്ടോ. ലാർജാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിലും കളർ ഓപ്ഷൻസ് ഇല്ല, പക്ഷെ സൈസിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ടോക്കീസ് എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ്. എങ്ങനെ അപ്പോൾ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഈ പ്രാവശ്യം നമ്മൾ മൊത്തത്തിൽ ഈ വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ പക്ക വെസ്റ്റേൺ അല്ല, ഒരു സെമി വെസ്റ്റേൺ സ്റ്റൈലിലൊക്കെ ഷർട്ട്, പിന്നെ എന്താ പറയുക ഉടുപ്പ് ഫ്രോക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ പ്രാവശ്യം പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും കളക്ഷൻസിനോട് സാമ്യമായിട്ട് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജസ്റ്റ് ലിങ്കിൽ കയറിയാൽ മതി. ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അവർ കുറേ ഇങ്ങനെ സജഷനിൽ ഇടും കേട്ടോ നമുക്ക്. അപ്പോൾ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അങ്ങനെ കയറി പർച്ചേസ് ചെയ്താലും മതി. ഇതന്നെ വേണമെന്നില്ല, ഇപ്പം ഇതിൻ്റെ വേറെ എന്തെങ്കിലും പാറ്റേൺ രീതിയിലൊക്കെ. പക്ഷേ ഇതിൽ ക്ലിക്ക് ചെയ്താലാണ് വേറെ പാറ്റേൺ അവർ സജസ്റ്റ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ ലിങ്ക് എവിടെ കിട്ടാമെന്നറിയാം, ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. മൈ ഹോൾ സ്റ്റോറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്കും ഉണ്ട്. പിന്നെ ആമസോണിൽ എങ്ങനെ പർച്ചേസ് ചെയ്യണത് അത് ഞാൻ പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളൊക്കെ ഭയങ്കര സ്മാർട്ടായില്ലേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.